കുട്ടീസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നമ്മളെ കഴിഞ്ഞ ലൈവിൽ അല്ലേ ആംഗിൾസ് ടേൺസ് എന്നുള്ള ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾ ഏറ്റവും അധികം പഠിച്ചത് എന്താണ് ഒരു ഫുൾ ടേൺ, അതേപോലെ എന്താണ് ഒരു ഹാഫ് ടേൺ എന്നായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഫുൾ ടേണും ഹാഫ് ടേണും ഒക്കെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടില്ലേ, ഒരാൾ തിരിയുന്നതും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് തിരിയുന്നതും ഹാഫ് ആയിട്ട് തിരിയുന്നതും ഒക്കെ നിങ്ങൾ എന്താണ് പിക്ചർ വെച്ചിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ സാധാരണ രീതിയിൽ ഇപ്പോഴെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഹാഫ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോ നേരെയാണല്ലേ നിൽക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ഹാഫ് ടേൺ എടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിയും. ഇതാണ് എന്റെ ഹാഫ് ടേൺ. ഞാൻ ഈ പൊസിഷനിൽ നിന്ന്, ഞാൻ നിങ്ങളെ നേരെ നോക്കി നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഫുൾ ടേൺ എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഇതേപോലെ ഞാൻ ടേൺ ചെയ്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത അതേ പൊസിഷനിൽ എത്തുകയാണെങ്കിൽ എനിക്ക് അതിന് എന്ത് പറയാൻ പറ്റാം, ഒരു ഫുൾ ടേൺ എടുത്തു എന്ന് പറയാം. സോ ഇത് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ആവുന്നത്? ഹാഫ് ടേണും ഫുൾ ടേണും ഒക്കെ നമുക്ക് ആംഗിളുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ഇല്ലേ. അപ്പൊ ആംഗിൾ പഠിക്കാൻ ഏറ്റവും എളുപ്പം ഹാഫ് ടേണും ഫുൾ ടേണും ഒക്കെയാണ്. നിങ്ങളത് സർക്കിള് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സർക്കിളിനെ നമ്മൾ 4 സെക്ഷൻസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളതേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ എ എന്നുള്ള പൊസിഷനിൽ നിന്നാണ് വിചാരിച്ചോ, ചുമ്മാ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇവിടെ എ എന്നുള്ള പൊസിഷനിൽ നിൽക്കുകയാണേ. ഇവിടെ നിന്ന് നിങ്ങൾ നേരെ ഇതേ സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് ബി കണ്ടോ, അതാ ഈ ബി എന്നുള്ള പൊസിഷനിൽ എത്തിയാൽ അത് ഹാഫ് ടേൺ ആണ്, ഹാഫ് ടേൺ. ഓക്കെ, അതിനുശേഷം ഞാൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി എയിൽ തന്നെ എത്തുകയാണെങ്കിലോ, യെസ് അതാണ് ഒരു ഫുൾ ടേൺ എന്ന് പറയുന്നത്. സോ എടാ, ഈ ഹാഫ് ടേണിന്റെ ഈ പകുതി എന്ന് പറയുന്ന ഈ സെക്ഷന് നമുക്ക് എന്ത് പറയാം? ക്വാർട്ടർ എന്ന് പറയാം അല്ലെ. ഇത് ശരിക്കും ക്വാർട്ടർ ആണ്. ഇതിനെ നമ്മൾ 1/4 എന്നുള്ള രീതിയിൽ പറയാം. 4 പീസിൽ ഒരു പീസാണ് ശരിക്കും അതല്ലേ. ഇതാണ് 1/4 ടേൺ, 1/4 ടേൺ. ഇനി അറിയില്ല പറയരുത്, 1/4 ടേൺ എന്താണെന്ന് കേട്ടാൽ അറിയില്ല പറയരുത്. അവിടെ ആംഗിൾ വരുന്നത് കണ്ടോടാ, ആംഗിൾ ഏത് രീതിയിലാ? യെസ്, 90 ഡിഗ്രി റൈറ്റ് ആംഗിളിന്റെ ടേണിലാണ് 1/4 ടേൺ വരുന്നത്. അതേപോലെ നിങ്ങൾ ഹാഫ് ടേൺ എടുക്കുകയാണെങ്കിലോ, ഹാഫ് ടേൺ എന്ന് പറഞ്ഞാൽ 1/2 ടേൺ ആണ് ശരിക്കും അല്ലെ. ഒരു പകുതിയാണ് ഹാഫ് 1/2 എന്നൊക്കെ പറയുന്നത്. സോ അത് നിങ്ങൾ നേരെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 180 ഡിഗ്രി ആണ് വരിക, 180 ഡിഗ്രി. അപ്പൊ ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലെ ആംഗിളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതിന് ഏറ്റവും ബേസിക് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യെസ്, അങ്ങനെ ഒരു ഫുൾ ടേൺ കറങ്ങുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാടാ? യെസ്, ഒരു സർക്കിൾ മൊത്തം ആയിട്ടുണ്ട്. അപ്പൊ അത് 360 ഡിഗ്രി കറങ്ങി എന്നാണ് പറയാ. സോ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളെ ചാപ്റ്ററിൽ ഒരു വിശറി ഒക്കെ വെച്ചിട്ടല്ലേ, നിങ്ങൾ സ്വന്തമായിട്ട് വിശറി ഉണ്ടാക്കിയിട്ട് അതിനൊരു എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്റെ മക്കൾ നോക്കിക്കേ, ഇതില് ഈ വിശറിയുടെ ഫുൾ ടേൺ ആണിത് അല്ലെ. ഇത് മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ അത് കറങ്ങി എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നോക്കിക്കേ, നമ്മുടെ വിശറിയുടെ ഹാഫ് ടേൺ കണ്ടോടാ, ഹാഫ് ടേൺ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ദെൻ കണ്ടോടാ 1/4 ടേൺ റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ കാണുന്നത്. ബാക്കി കാണുന്ന 2 ആംഗിൾസിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ച പേരുകളാണ്. എന്താടാ? ഈ 1/4 നമ്മളെ റൈറ്റ് ആംഗിളിനേക്കാൾ കുഞ്ഞ് ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് പഠിച്ചത്? യെസ്, ഇതാണ് നമ്മളെ റൈറ്റ് ആംഗിൾ എന്ന് വിചാരിച്ചോ. ഈ റൈറ്റ് ആംഗിളിനേക്കാൾ കുഞ്ഞ് ആംഗിൾ ആണ്. ചെറിയ ആംഗിൾ ആണെങ്കിൽ ചെറിയ ആളല്ലേ. സോ നമുക്കതിനെ ക്യൂട്ടായിട്ട് വിളിക്കാം. ക്യൂട്ടായിട്ട് എങ്ങനെ വിളിക്കുക? അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം കേട്ടോ. റൈറ്റ് ആംഗിളിനേക്കാൾ ചെറിയ ആംഗിൾ ആണെങ്കിൽ അത് ചെറിയ ആളാണ്, ക്യൂട്ടാണ്. സോ നമുക്ക് അതിനെ ഏത് രീതിയിൽ വിളിക്കാം? അക്യൂട്ട് ആംഗിൾ ആണ്. സോ റൈറ്റ് ആംഗിളിനേക്കാൾ വലുതാണെങ്കിലോ, വലിയ ആളാണെങ്കിൽ നമുക്ക് അതിനെ ഏത് രീതിയിൽ വിളിക്കാം? ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം 2 രീതിയിലുള്ള 2 പേരുകളും നിങ്ങൾ മറന്നു പോകരുത്. സോ ചെറുതാണെങ്കിൽ അത് ക്യൂട്ട് ആണ്, സോ അതിന് അക്യൂട്ട് ആംഗിൾ എന്നും, വലിയ ആളാണെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെന്നും ഈ ഒരു പേരുകൾ നിങ്ങൾ മറക്കാതെ ഓർത്ത് വെച്ചോളാം. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ ടേൺസ് അല്ലേ, ഹാഫ് ടേണും ഫുൾ ടേണും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരാം. അതുവരെ ബൈ ബൈ, സീ യു.